ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പലവിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും. പലവിധത്തിലുള്ള രോഗങ്ങൾ, മരണം, അപകടങ്ങൾ, മാനസിക പ്രയാസങ്ങൾ. ഇവയെല്ലാം എങ്ങനെയുണ്ടാവുന്നു? എന്താണിതിന് കാരണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനു മുൻപ് ഭഗവാൻ പറയുന്നത് നോക്കാം. അല്ലയോ അർജുൻ, ആത്മസന്തുഷ്ടി സ്വഭാവസിദ്ധമായിക്കഴിഞ്ഞാൽ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം തുടങ്ങി എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്തെന്നാൽ പ്രസന്നമായ ചിത്തത്തോടു കൂടിയവനു വേഗത്തിൽ സത്യബുദ്ധി ചുറ്റം തിങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാവുന്നത്. മുകളിൽ പറഞ്ഞ ആ ദുഃഖങ്ങൾ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇതാണ് ഭഗവാൻ പറഞ്ഞ ആ 3 ദുഃഖങ്ങൾ. അതായത് ആധ്യാത്മിക ദുഃഖം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്ന രോഗങ്ങളാണ് ആധ്യാത്മിക ദുഃഖം. രണ്ടാമത്തെ ദുഃഖം ആധിഭൗതികം. ഇത് മറ്റു ജന്തുക്കളിൽ നിന്നും അതുപോലെ അഗ്നി, കാറ്റ്, വെള്ളം, ഭൂമി ഇവയിൽ നിന്ന് ഉണ്ടാവുന്ന ദുഃഖങ്ങളാണ് ആധിഭൗതിക ദുഃഖം. ഇവ നമ്മൾ നിത്യവും കേൾക്കുന്ന സംഭവങ്ങളാണ്. തീ പൊള്ളലേറ്റ് മരിച്ചു, വെള്ളത്തിൽ വീണ് മരിച്ചു, കൊടുക്കാറ്റടിച്ചു, ഉരുൾപൊട്ടൽ എന്നിങ്ങനെ. ഇനി മൂന്നാമത്തെ ദുഃഖം അവിചാരിതമായി വന്നു ചേരുന്ന ദുഃഖങ്ങളാണ്. ആധിദൈവിക ദുഃഖം. ആത്മബോധമുണ്ടായി ചേതസ് പ്രസന്നമാകുന്നയാളിന് ഈ വിധ ദുഃഖങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് പരിതസ്ഥിതിയിലും വിട്ടുമാറാത്ത സന്തോഷം നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടാവണം. അന്യർക്ക് സുഖം വരുമ്പോൾ അവരോട് അസൂയ തോന്നാതെ അവരോട് സ്നേഹത്തോടെ പെരുമാറുക. അവർക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ സന്തോഷിക്കാതെ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുക. അന്യരുടെ പുണ്യകർമ്മങ്ങളിൽ അവരോടൊപ്പം സന്തോഷിക്കുകയും പാപകർമ്മങ്ങളിൽ വിമർശിക്കാതെ ഉദാസീനത പുലർത്തുകയും ചെയ്യുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കോപത്തോടെ സംസാരിക്കാതെ മിതമായി സംസാരിക്കുകയും തന്നെക്കാൾ മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് നിന്ന് അവരെ ബഹുമാനിക്കുകയും ചെയ്യുക. മറ്റു മതങ്ങളെയോ ജാതികളെയോ നിന്ദിക്കാതെയും എല്ലാ മനുഷ്യരും തന്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് കരുതുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴും സദാസമയം ഈശ്വരനാമം ജപിക്കുകയും എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെ കരുതുകയും ചെയ്യുക. ഇങ്ങനെ മനസ്സിന് സന്തോഷമുള്ള വ്യക്തിക്ക് മേൽ പറഞ്ഞ ദുഃഖങ്ങൾ ഉണ്ടാവില്ലെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. Rose betende Person.